നമ്മുടെ ജമണിക്ക നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിരിക്കുകയാണ്. വേവിച്ചെടുത്ത് ഇനി അതിന് ശേഷം നമ്മുടെ ഒരു പാനെടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ സവാളയൊക്കെ വാട്ടിയെടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് ലോ ഫ്ലെയിമിൽ നമ്മൾ അത് ചൂടാക്കി എടുക്കുകയാണ്. എണ്ണ ഏകദേശം ചൂടായി. അതിനകത്തേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി നമ്മൾ ആദ്യം ജമണിക്കയുടെ കൂട്ടത്തിൽ തന്നെ ഇട്ട് നമ്മൾ വേവിച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് നമ്മളത് വേവിച്ചെടുക്കുകയാണ്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഏകദേശം മൂത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ സവാള കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കുന്നതാണ്. സവാള നമ്മൾ അതിനകത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അതിനകത്ത് കുറച്ച് ഉപ്പ് ഒഴിച്ചുകൊടുക്കണം. ഇട്ടിട്ട് കഴിഞ്ഞാലുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് സവാള വാടിക്കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ ഉപ്പിട്ടിടുക. ആ കൂട്ടത്തിൽ കുറച്ച് കരിവേപ്പില കൂടി ഇട്ടിടുകയാണെങ്കിൽ നല്ലതാണ്. ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് പച്ചക്കുരുമുളക് അരച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടി നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളകില്ലാത്തവർ ഉണങ്ങിയ കുരുമുളക് ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. പച്ചക്കുരുമുളകാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാകും. അതിന് വേണ്ടിയാണ് പച്ചക്കുരുമുളക് ഇടുന്നത്. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി ഒരു 10 മിനിറ്റ് അതൊന്ന് മൂടി വെച്ച് ഒന്ന് വേകാനുള്ള സമയം നമ്മൾ കൊടുക്കണം.